ഞാനത് അന്നറിഞ്ഞില്ല. ഇപ്പോൾ അത് ചർച്ചാ വിഷയമായി ഇന്നലെ മുതൽ. അപ്പോൾ ഞാൻ ആ പോസ്റ്റർ നോക്കി, DCRPC പോയിരുന്നു ഞാൻ ഇന്നലെ. പോസ്റ്റർ നോക്കിയപ്പോൾ 3 ലീഡേഴ്സിൻ്റെ പടമുണ്ട്. അതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നേരിട്ട് ഇടപെട്ടവരെ വിളിക്കും. അവരുടെ പൊസിഷൻ ഇപ്പോൾ എന്താണെന്നുള്ള ഒന്നുമല്ല. അപ്പോൾ അത് വിളിക്കും. അതെന്തുകൊണ്ടോ ഉണ്ടായില്ല. അപ്പോൾ അത് സംഘടിപ്പിച്ചവരുടെ മനോഭാവമോ അല്ലെങ്കിൽ അവരുടെ അറിവ് കുറവോ അല്ലെങ്കിൽ അവർ ഇത്ര മതി പാർട്ടി ചിന്താഗതിയൊക്കെ ആയിരിക്കും. അത് ഗുണമൊന്നും ചെയ്യില്ല. തീർച്ചയായിട്ടും അതാണല്ലോ കമ്മ്യൂണിസ്റ്റ് സംസ്കാരം എന്ന് പറയുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല. എന്ത് ചിന്തിക്കുന്ന കുറച്ചു പേരുണ്ട്. പക്ഷെ മൊത്തത്തിൽ രാഷ്ട്രീയത്തിൽ മൂല്യച്യുതി ഉണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഗോവിന്ദ മാഷ് തന്നെ എത്രയോ തവണ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന്റെ പകുതി പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗോവിന്ദ മാഷ് പറയുന്നത് പാർട്ടിക്കെതിരാണ് എന്ന് പറയാൻ പറ്റും. ഞങ്ങളാരും പാർട്ടിക്കെതിരായിട്ട് പറയത്തില്ല. പാർട്ടിയുടെ നയങ്ങളും പരിപാടികളും മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച ഞങ്ങൾ അതിനെതിരായുള്ള പ്രവണത കാണുമ്പോൾ വിമർശിക്കുകയാണ്, ആരുടെ പേര് പറയാതെ. അതുപോലെ സഹിക്കാൻ വയ്യാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ഭാവിയെപ്പറ്റി സ്നേഹിക്കുന്നവർക്ക് ആശങ്ക ഉണ്ടാവും. പക്ഷേ പാർട്ടി ഇതിനെയൊക്കെ അതിജീവിക്കും. പാർട്ടി അത്തരത്തിലുള്ള പ്രവണതയൊക്കെ അതിജീവിച്ച് തിരിച്ചു തന്നെ പോകുമെന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം.